എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് അവസാനിക്കും. അതായത് 22-ാം തീയതിക്കകം ഈ ഒരു ഫീസ് അടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിത സമയം പറഞ്ഞിട്ടില്ല എങ്കിലും വിദ്യാർത്ഥികൾ വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഫീസ് അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം 22-ാം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 22-ാം തീയതി ഇന്ന സമയം വരെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ വിദ്യാർത്ഥികൾ കുറച്ച് നേരത്തെ ഫീസ് അടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സ് ഉണ്ട് കാസർഗോഡ് രാജീവ് ഗാന്ധി കോളേജിലുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സ് താല്പര്യമുള്ളവർക്ക് ആ ഒരു കോഴ്സ് കൂടി ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ, അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൻ്റെ അതായത് ആ ഒരു ഭാഗത്ത് റീഅറേഞ്ച്മെൻറ്റിനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൽ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥി അല്ല, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നൽകിയ മുഴുവൻ ഓപ്ഷൻസും കാണാൻ സാധിക്കും. അതോടൊപ്പം BA SLP കോഴ്സിൻ്റേത് കൂടി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള, അതായത് ഹയർ ഓപ്ഷനുകൾ മാത്രമേ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ കാണാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് BA SLP കോഴ്സിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു രാജീവ് ഗാന്ധി കോളേജിൻ്റെ ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ ഒരു കോഴ്സ് ഉൾപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും വിദ്യാർത്ഥികൾക്ക് 22-ാം തീയതി, അതായത് ഇന്ന് വരെയാണ്. അപ്പോൾ ഇന്നത്തെ സമയം വരെ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ കുറച്ച് നേരത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ആ ഒരു കോഴ്സിൽ തന്നെ ആ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ നേടാം എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഒരു 5ാമത്തെ ഓപ്ഷനാണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു സീറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് വേണ്ട, ഈ ഒരു 5ാമത്തെ ഓപ്ഷനായിട്ടുള്ള ആ ഒരു കോളേജ് മതിയെങ്കിൽ അങ്ങനെ മാറാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആ ഒരു സീറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടതില്ല എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തി. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ബാക്കിയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് മാറാൻ പറ്റുമോ, അതായത് സെക്കൻഡ് കിട്ടിയ കോളേജ് വേണ്ട ഫസ്റ്റ് കിട്ടിയ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറാൻ പറ്റുമോ എന്നുള്ളത് അത് ഒരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ പുതിയൊരു കോളേജിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതിയ ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആദ്യം ലഭിച്ച ഓപ്ഷനും അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് ആയിരിക്കുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു സീറ്റിൽ തന്നെ അഡ്മിഷൻ നേടാം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കുകയും, അതായത് റിമൂവ് ചെയ്യുകയും അതിനുശേഷം സേവ് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ
നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ളത് എന്ന് കരുതുക. ആദ്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടാകും. അതായത് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സീറ്റ് പോകുമോ എന്നുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടക്കുന്നത് 3rd അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അതായത് 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം, അത് 3rd അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു 1ലും 2ലും അതുപോലെ 3ലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതും. ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് NRI ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ടും അഡ്മിഷൻ ടൈമിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് NRI ഡോക്യുമെൻ്റ് ഇല്ല എന്നാണെങ്കിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം വരെയല്ല, രാത്രി വരെ അടക്കാം. എന്നാൽ നിങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ അലോട്ട്മെൻറ്റ് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഒരു ലിങ്കും കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും അവിടെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷനിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഓൺലൈൻ പേയ്മെൻറ്റും രണ്ടാമത്തേത് ചലാൻ ഉപയോഗിച്ചിട്ടുള്ള പേയ്മെൻറ്റും. ചലാൻ വഴിയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ചലാൻ പ്രിൻ്റ് ഔട്ട് കൊടുക്കുകയും അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ എത്ര രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ റെസിപ്റ്റ് ബാക്കി ഭാഗം, അതായത് ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ 24 ഹവേഴ്സുകൾക്കും വെബ്സൈറ്റിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് വരാനായിട്ട്. അതുപോലെ ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോട്ടഡ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഏത് കോളേജിലാണ് കിട്ടിയത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു പേജിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആണ്. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത് 24 ഹവേഴ്സിന് ശേഷം വെബ്സൈറ്റിൽ വന്നിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ LBS സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതായത് ബാങ്ക് വഴിയും ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗമായിട്ട് ലഭിക്കുന്ന ചലാൻ്റെ ആ ഒരു റെസിപ്റ്റോ നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.